വി ഡിസേബിൾഡ് യുവർ അക്കൗണ്ട്. നാളെ നിങ്ങൾക്കും ഇങ്ങനെ സംഭവിച്ചേക്കാം. അതായത് നമ്മൾ നിങ്ങളുടെ അക്കൗണ്ട് ഡിസേബിൾഡ് ചെയ്തു, അല്ലെങ്കിൽ സസ്പെൻഡ് ചെയ്തു, അല്ലെങ്കിൽ ലോക്ക് ചെയ്തു, ഇങ്ങനെയുള്ള നോട്ടിഫിക്കേഷൻ, ഇങ്ങനെയുള്ള ഇന്റർഫേസ് നിങ്ങൾക്ക് പെട്ടെന്ന് വന്ന് പിന്നെ നിങ്ങൾക്ക് വീണ്ടും റിപ്പീറ്റ് നിങ്ങളുടെ ഫേസ്ബുക്ക് അക്കൗണ്ട് ഓപ്പൺ ചെയ്യാൻ പറ്റാത്ത അവസ്ഥ നിങ്ങളിലേക്കും വന്നേക്കാം. അപ്പോൾ അത് എന്തുകൊണ്ടാണെന്ന് ഞാൻ ഇന്നത്തെ വീഡിയോയിൽ നിങ്ങളായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്നത്. പല ആൾക്കാരും ഈ വിഡ്ഢിത്തരം കാണിച്ചിട്ട് അവരുടെ അക്കൗണ്ട് നഷ്ടപ്പെടുത്തുന്നുണ്ട്. ഈ അടുത്ത കാലത്ത് തന്നെയായിട്ട് 20K, 50K, 60K, 100K ഉള്ള ആൾക്കാരുടെ അക്കൗണ്ട് വരെ ഇങ്ങനെ നഷ്ടപ്പെടുന്നുണ്ട്. ഒരുപാട് പേർക്ക് ചില ആൾക്കാർക്കൊക്കെ ലഭിക്കുന്നുണ്ട് ഒരു കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം, അതായത് ഒരു 6 മാസത്തിന് ശേഷം ചില ആൾക്കാർക്കൊക്കെ ലഭിക്കുന്നുണ്ട്, ചില ആൾക്കാർക്ക് ലഭിക്കാതെയും പോകുന്നുണ്ട്. ഫേസ്ബുക്ക് തന്നെ ലോക്കാക്കി വെക്കുന്നതാണ്, അല്ലെങ്കിൽ ഫേസ്ബുക്ക് തന്നെ ഡിസേബിൾഡ് സസ്പെൻഡ് ചെയ്ത് വെക്കുന്നതാണ്. അത് എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ അതിന്റെ റീസൺ നിങ്ങളിലേക്ക് ഷെയർ ചെയ്യാം. നിങ്ങളുടെ അക്കൗണ്ടിന്റെ പാസ്വേഡ്, അല്ലെങ്കിൽ നിങ്ങളുടെ ഫോൺ നമ്പർ, അല്ലെങ്കിൽ നിങ്ങളുടെ മെയിൽ ID, അതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ട് കൊടുക്കേണ്ട ഒരു കാര്യമാണ് പേഴ്സണൽ കോണ്ടാക്ട് ഡീറ്റെയിൽസ്. അതായത് ഫേസ്ബുക്കിന് നമ്മളെ കോണ്ടാക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് അതിൽ മെയിൽ ID നല്ല കൺസിസ്റ്റന്റ് ആയിട്ട് നല്ല 2-3 മെയിൽ ID കൊടുക്കണം. ഏതെങ്കിലും ഒന്നിൽ കിട്ടിയില്ലെങ്കിൽ വേറെ ഒന്നിൽ ലഭിക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ മെയിൽ ID തീർച്ചയായിട്ടും കൊടുക്കണം. അല്ലെങ്കിൽ നിങ്ങൾക്ക് കോഡ് നമ്പർ വരാനുള്ള ഫോൺ നമ്പറും അതിൽ ആഡ് ചെയ്ത് കൊടുക്കണം. ഒരുപാട് കാലം മുമ്പ് യൂസ് ചെയ്തിരിക്കുന്ന നമ്പർ ആയിരിക്കും ചിലപ്പോൾ നിങ്ങൾ അതിൽ കൊടുത്തിരിക്കുന്നത്. അത് മാറ്റിയിട്ട് പുതിയ ഫോൺ നമ്പർ കൊടുക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കണം. നിങ്ങൾ ഇത് ചെയ്ത് ഇങ്ങനെ ആവാനുള്ള മെയിൻ റീസൺ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾക്ക് ഇതൊന്നും അറിയാതെ നിങ്ങൾ ലോഗിൻ ചെയ്യും. ഫോൺ ഒഴിവാക്കിയിട്ട് വേറെ ഫോണിൽ നിന്ന് ലോഗിൻ ചെയ്യുമ്പോൾ, അല്ലെങ്കിൽ വേറെ ഡിവൈസിൽ നിന്ന് ലോഗിൻ ചെയ്യുന്ന സമയത്ത് പെട്ടെന്ന് കോഡ് നമ്പർ വരും. കോഡ് നമ്പർ വേറെ ഏതൊക്കെയോ നമ്പറിലായിരിക്കും പോകുന്നത്. നമ്മുടെ ഫോൺ നോക്കും, അല്ലെങ്കിൽ നമ്മുടെ മെയിൽ IDയിലേക്ക് പോകും. ഇത് ഏതോ ഒരു കാലത്ത് നമ്മൾ ക്രിയേറ്റ് ചെയ്തിരിക്കുന്ന അക്കൗണ്ട് ആയിരിക്കും. നമ്മൾ അതിൽ കൊടുത്തിരിക്കുന്ന ഡീറ്റെയിൽസ് ഒന്നും അപ്ഡേറ്റ് ചെയ്യാതെ ആ പഴയതിലേക്ക് തന്നെയായിരിക്കും വീണ്ടും കോഡ് നമ്പറും പോകുന്നത്. അതായത് ലോഗിൻ ചെയ്യാനുള്ള അപ്രൂവലൊക്കെ പോകുന്നത് പഴയതിലേക്ക് തന്നെ ആയിരിക്കും പോകുന്നത്. അപ്പൊ നമ്മൾക്കിത് വീണ്ടും അത് കാണാത്ത വെപ്രാളത്തിൽ വീണ്ടും നമ്മൾ ലോഗിൻ ചെയ്തുകൊണ്ടേയിരിക്കും. ഈ ലോഗിൻ ചെയ്യുന്ന സമയത്ത് ഫേസ്ബുക്കിന് അവരുടെ AIന്റെ അണ്ടറിലൊക്കെയാണ് നിലവിൽ സിസ്റ്റങ്ങളൊക്കെ ഓടിക്കൊണ്ടിരിക്കുന്നത്. ഇതൊരു ഹാക്കർമാരാണെന്നുള്ള ഒരു ധാരണ അവരുടെ മെയിനിലേക്ക് പോകും. ഓക്കെ, അപ്പോൾ ഈ ഹാക്കർമാരാണെന്നുള്ള ധാരണയിൽ അവർ ഇങ്ങനെ കൺസിസ്റ്റന്റ് ആയിട്ട് നമ്മൾ പല സൈറ്റിൽ നിന്നും പല ഡിവൈസിൽ നിന്നും ലോഗിൻ ചെയ്യുന്ന സമയത്ത് അത് അവർ പെട്ടെന്ന് തന്നെ ലോക്ക് ആക്കി വെക്കും, അല്ലെങ്കിൽ ഡിസേബിൾ ആക്കി വെക്കും, സസ്പെൻഡ് ആക്കി വെക്കും. പിന്നെ നമ്മളുടെ വെരിഫൈ ഡീറ്റെയിൽസ്, അതായത് നമ്മുടെ ഡോക്യുമെന്റ്സ് ഒക്കെ ചോദിക്കും. അതിൽ നമ്മൾ കറക്റ്റ് ആയിട്ട് കൊടുക്കാൻ പറ്റിയില്ലെങ്കിൽ പിന്നെ എന്നേക്ക് ഒരു 6 മാസത്തേക്ക് സസ്പെൻഡ് ആക്കും, അല്ലെങ്കിൽ എന്നേക്കുമായിട്ട് നമ്മുടെ ഫേസ്ബുക്ക് അക്കൗണ്ട് തന്നെ ഡിസേബിൾ ആവാനുള്ള സാധ്യത ഉണ്ട്. അതൊന്ന്. രണ്ടാമത്തെ ഒരു റീസൺ എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മളുടെ അബൌട്ട് സെക്ഷനിൽ, അതായത് നമ്മളുടെ ബർത്ത് ഡേറ്റ് ആയിക്കോട്ടെ, നമ്മുടെ ഇനീഷ്യൽ ആയിക്കോട്ടെ, നമ്മുടെ ഫോൺ നമ്പർ ആയിക്കോട്ടെ, എന്തും ചേഞ്ച് ചെയ്യുന്ന സമയത്ത് നമ്മൾ റിപ്പീറ്റ് ആയിട്ട് കൺസിസ്റ്റന്റ് ആയിട്ട് ഒരുപാട് പ്രാവശ്യം ഫോൺ നമ്പർ ചേഞ്ച് ആക്കുന്നത്, അതുപോലെ തന്നെ ഡേറ്റ് ഓഫ് ബർത്ത് ചേഞ്ച് ആക്കുന്നത്, അല്ലെങ്കിൽ നമ്മുടെ ഇനീഷ്യൽ ചേഞ്ച് ആക്കുന്നത്, വയസ്സ് ചേഞ്ച് ആക്കുന്നത്, ഇങ്ങനെ കൺസിസ്റ്റന്റ് ആയിട്ട് ചേഞ്ച് ആക്കിക്കൊണ്ടിരിക്കുമ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നടക്കാനുള്ള സാധ്യതയുണ്ട്. അത് നിങ്ങൾ ശ്രദ്ധിക്കുക. നിങ്ങൾ എപ്പോഴെങ്കിലും ഒരുമിച്ചിട്ട് എല്ലാ കാര്യങ്ങളും ചെയ്യുക. എന്നിട്ട് കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം വീണ്ടും എന്തെങ്കിലും തിരുത്താണെങ്കിൽ വീണ്ടും ചെയ്ത് കൊടുക്കുക. അല്ലാതെ പെട്ടെന്ന് തന്നെ കുറച്ച് ദിവസങ്ങൾക്കുള്ളിൽ കണ്ടിന്യൂ നിങ്ങൾ എല്ലാം ചേഞ്ച് ആക്കാൻ നോക്കിക്കഴിഞ്ഞാൽ അവരുടെ ധാരണയിൽ ഇതൊരു ഹാക്കർമാരാണെന്നുള്ള ധാരണയിൽ നിങ്ങൾക്ക് അക്കൗണ്ട് ഡിസേബിൾ ആവാനുള്ള സാധ്യതയുണ്ട്. പിന്നെ പല ഡിവൈസിലും നിങ്ങൾ ഓപ്പൺ ചെയ്ത് വെക്കാതിരിക്കുക. നിങ്ങൾ ഫോണിലും അല്ലെങ്കിൽ 1-2 ഫോണിലും ഒക്കെ അതുകൂടാതെ നിങ്ങൾ പല ഡിവൈസിലും ഇത് ഓപ്പൺ ചെയ്ത് വെച്ച് കഴിഞ്ഞാലും അതും നിങ്ങളുടെ അക്കൗണ്ട് ഡിസേബിൾ ആവാനുള്ള സാധ്യതയുണ്ട്. ഓക്കെ. പിന്നെ വ്യാജ വാർത്തകൾ, പെട്ടെന്ന് ഒന്നും നിങ്ങൾ ഒരു സത്യാവസ്ഥ അറിയാതെ എവിടെന്നെങ്കിലും കിട്ടുന്നൊരു വ്യാജ വാർത്ത, അതായത് പെട്ടെന്ന് മെയിനായിട്ട് ഗവൺമെന്റിനെതിരെയുള്ള വ്യാജ വാർത്തകൾ നിങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് ശ്രദ്ധിക്കുക. പെട്ടെന്ന് തന്നെ സസ്പെൻഡും അതുപോലെ തന്നെ ഡിസേബിളും ആവാനുള്ള സാധ്യതയുണ്ട്. ഓക്കെ, ഇത്തരം റീസണ് നിങ്ങൾ ചെയ്യാതെ നിങ്ങൾ ശ്രദ്ധിച്ചിട്ട് മുന്നോട്ട് പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് നിങ്ങളുടെ അക്കൗണ്ട് എപ്പോഴും സുരക്ഷിതമായിട്ട് ഉപയോഗിച്ചു കൊണ്ടേയിരിക്കാം. അല്ലെങ്കിൽ ഈ 4 കാര്യങ്ങൾ റിപ്പീറ്റ് ചെയ്തുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ നിങ്ങളുടെ അക്കൗണ്ടിൽ ഇങ്ങനെ സംഭവിക്കാം. അത് സംഭവിച്ചു കഴിഞ്ഞാൽ നമുക്ക് അത് തിരിച്ചെടുക്കാൻ വേണ്ടിയിട്ട് ഭയങ്കര റിസ്ക് ആണ്. അത് അങ്ങനെ തിരിച്ചെടുത്തവർ അപൂർവമായിട്ടേ ഉള്ളൂ. അപ്പോൾ എല്ലാവർക്കും ഇത് ലഭിക്കണമെന്നില്ല. അതുകൊണ്ട് നിങ്ങൾ ആവാതിരിക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങൾ ശ്രദ്ധിക്കുക. ഓക്കെ, അപ്പോൾ ഇന്നത്തെ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് മനസ്സിലായെന്ന് കരുതുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. യൂട്യൂബിലാണെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഫേസ്ബുക്കിലാണെന്നുണ്ടെങ്കിൽ ഫോളോ ചെയ്യുക. വീണ്ടും അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നവരേക്കും ഗുഡ് ബൈ, ജയ് ഹിന്ദ്.